ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിനു മുന്നിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. ജീവനൊടുക്കിയ ചെമ്പഴന്തി സ്വദേശി ബിജുകുമാറിന്റെ മൃതദേഹവുമായാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. അതേസമയം കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ വന്ന് നമ്മൾ 2-3 മാസമായിട്ട് ഇവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. തരാമെന്ന് പറയാനല്ലാതെ ഒരു വരപ്പൊന്നുമില്ല, കാണക്കമില്ല. ഇവിടെ വരുമ്പോൾ പുള്ളീനെ കാണാനില്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. തരാമെന്ന് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കത്തില്ല. ഇവിടെ വന്ന് നിന്നിട്ട് പോലും നമുക്ക് പൈസ നമുക്ക് അവരെ കാല് പിടിച്ച് നമ്മൾ പറഞ്ഞു ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ നമ്മൾ പോവാണ്. സെപ്റ്റംബർ ഇൻടേക്കിൽ എനിക്ക് പുറത്തോട്ട് പോകാനാണ്. നമ്മൾ കുറച്ച് സ്ഥലവും പിന്നെ കുറച്ച് ഇതൊക്കെ പിടിച്ചിട്ടാണ് ചിട്ടിയൊക്കെ പിടിച്ചിട്ടാണ് ഇവിടെ ഫണ്ട് കൊണ്ടിട്ടത്. അത് തരാൻ നമ്മൾ അവരുടെ കടമായിട്ട് ചോദിക്കുന്നതല്ലല്ലോ. നമ്മളെ പൈസയിൽ നമ്മൾ ചോദിക്കുന്നത് പൈസ അല്ലാതെ നമ്മൾ കടമായിട്ട് ഒന്നും ചോദിച്ചില്ല, ലോണും ചോദിച്ചില്ല, ഒന്നും. സംഭവിച്ചത് ആ ചെറുക്കം ഇവിടെ കൊണ്ട് കുറച്ച് പൈസ എന്തായിട്ട് ഉൾപ്പെടെ ചെയ്തത്. അപ്പൊ പല അവധികളും അവൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാം പറഞ്ഞു അവൻ സൈലറ്റ് ചെയ്തത് തന്നെ, അല്ലാതെ. വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. വിഷ്ണു, ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഭദ്ര, ചിട്ടി പിടിച്ച പണം കിട്ടാതെ വന്ന സാഹചര്യത്തിലാണ് ചെമ്പഴന്തി സ്വദേശി ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്ന പരാതി. മൃതദേഹവുമായി, അതായത് ഈ മരിച്ച ബിജുകുമാറിന്റെ മൃതദേഹവുമായി നിക്ഷേപകർ അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ജയകുമാറിനെതിരെയാണ് ആരോപണം. ഈ സഹകരണ സംഘത്തിൽ നിന്ന് ചിട്ടി കിട്ടിയ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ലഭിക്കാതെ വന്നതോടെയാണ് ഈ ബിജുകുമാർ ആത്മഹത്യ ചെയ്തതെന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇയാളുടെ ആത്മഹത്യക്കുറിപ്പിൽ നിന്നും ഉത്തരവാദി ജയകുമാർ എന്ന വ്യക്തിയാണെന്നും അയാൾ ഇതിന്റെ പ്രസിഡന്റ് ആണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് പല ആളുകളിൽ നിന്നും ഇതുപോലെയുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായ നിക്ഷേപകർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഇന്ന് പ്രതിഷേധത്തിനെത്തി മൃതദേഹവുമായി പ്രതിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു. പണം ആവശ്യപ്പെട്ടപ്പോൾ പ്രസിഡന്റ് ജയകുമാറിനെ കാണാനില്ലെന്നാണ് നിക്ഷേപകർ പറയുന്നത്. പലരും പല പ്രതീക്ഷയോടെ നിക്ഷേപിച്ച തുകയാണ്. ഈ തുകയൊന്നും ലഭിക്കാതെ വന്നു. ഈ ആളിന് മേലാണ് ഇപ്പോൾ കുറ്റം ചുമത്തുന്ന സാഹചര്യത്തിലേക്ക് നാട്ടുകാർ എത്തിയിരിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് BJP പ്രവർത്തകരും രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും സംഭവത്തിൽ അന്വേഷണം നടത്താമെന്ന് RDOയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതേ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാരും നിക്ഷേപകരും ഈ BJP പ്രവർത്തകരൊക്കെ അവിടെ നിന്ന് മടങ്ങിയത്. അതുവരെയും കൃത്യമായി പോലീസ് ഇടപെട്ടിട്ട് പോലും അവിടെ നിന്നും ഇവർ മടങ്ങാത്തൊരു സാധ്യതയായിരുന്നു. എന്തായാലും അന്വേഷണം ഉറപ്പിക്കാം എന്നൊരു വാക്കിന്മേൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നിലവിലുള്ള കാര്യം ഇതൊക്കെയാണ്. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. എന്തായാലും ജീവനൊടുക്കിയ ബിജുകുമാറിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. ഇപ്പോൾ RDOയുടെ ഉറപ്പിന്മേൽ, അതായത് ഈ വിഷയത്തിൽ അന്വേഷണം നടത്താം എന്നുള്ള ഉറപ്പിന്മേൽ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കോടികളുടെ സാമ്പത്തിക തിരിമറി നടത്തിയ ഫിനാൻസ് സ്ഥാപനം പൂട്ടി. കാട്ടാക്കട പ്ലാവൂർ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന നെല്ലിമൂട്ടിൽ ഫിനാൻസ് ആണ് പോലീസ്